ഇന്നലെ രാവിലെ ജോലിക്ക് പോയപ്പോഴത്തെ ക്ലൈമറ്റാണ് ഇത്. നമ്മുടെ അൽവാദമോളിനോടൊക്കെ നോക്കി. അൽവാദമോളിനോടെ മാത്രമല്ല കേട്ടോ, ക്ലൈമറ്റ് നോക്കി. ഇപ്പം മഴ പെയ്യും എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മേഘമൊക്കെ എന്താ പറയേണ്ടത്, വാട്ട് ഈസ് ദാറ്റ്, കാർമേഘം. അത് തന്നെ, കാർമേഘമൊക്കെ വന്നിങ്ങനെ ശരിക്കും പറഞ്ഞാൽ മഴ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ മഴ പെയ്തോ കൊടുങ്കാറ്റടിച്ചോ എന്നൊന്നും അറിയാൻ പറ്റില്ല. 12 മണിക്കൂർ കഴിഞ്ഞല്ലേ ഇറങ്ങുള്ളൂ. അങ്ങനെ ജോലിയിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ ഈ വീക്കെൻഡും എനിക്ക് ജോലിയായിരുന്നെന്ന്. ഏറ്റവും കച്ചറക്കുള്ള അവാർഡ്. നമ്മുടെ ഈറൻ പാർട്ടിയുടെ ബൊക്കെയാണേ. അതിനിപ്പോൾ വെറുതെ കളയണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഈ ഫ്ലവർ, ചെടി, അല്ലെങ്കിൽ എന്താ പറയുക, ഇമാതിരി സാധനങ്ങളൊക്കെ വെറുതെ കളയുന്നത് ഭയങ്കര സങ്കടമാണെന്നേ. ഇതൊക്കെ എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആയതുകൊണ്ടായിരിക്കും. ഇതൊരാൾ തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഒരാളല്ലേ കാണുകയുള്ളൂ അല്ലേ. ഇതിനെ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ടിന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വല്ലവന് പുല്ലും ആയുധമെന്ന് പറഞ്ഞാലേ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ നിറച്ച്. പിന്നെ നമ്മൾ അവോക്കാഡോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നൈഫില്ലേ, അതുണ്ടായിരുന്നു കയ്യിൽ. അതെടുത്ത് അത് എന്താ പറയുന്നത്, ആ ഫ്ലവറിൻ്റെ കാലും കൈയൊക്കെ അറഞ്ചം പുറഞ്ചും വെട്ടിക്കളഞ്ഞ് അത് നല്ല ഭംഗിയായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മളിത് വീട്ടിൽ കൊണ്ടുപോകണേ ഒരാളല്ലേ കാണുകയുള്ളൂ. ഇത് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര പേര് അല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റ് ബിന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലക്കിരുന്നോ വാടിപ്പോകുന്ന ഈ ഒരു സാധനം നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 1-2-3 ദിവസം നല്ല വൃത്തിക്കിരുന്നോളൂ. അങ്ങനെ അത് നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത ഡൈനിങ് ടേബിളെ വെക്കാമെന്ന് വിചാരിച്ചേ. അതാകുമ്പം 1-2 ദിവസം അതുവഴി വരുന്നവരും പോകുന്നവരും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരും അവിടെ റെസ്റ്റ് എടുക്കാൻ വരുന്നവർക്കൊക്കെ അത് നല്ല സന്തോഷമായിരിക്കില്ലേ. അത് കാണുമ്പോൾ അവരും ഓർക്കും, എന്ത് ഭംഗി. അത് കേൾക്കുമ്പോൾ ആ ഫ്ലവർ തന്നെ തോന്നും, വെറുതെ ഒരു മൂലക്കിരുന്ന് വാടിപ്പോകേണ്ട എന്നെ ഇത്ര മനോഹരമായി ഇങ്ങനൊരു സംഭവമാക്കിയതിന് നന്ദി ലിറ്റി. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ ഫ്ലവർ പോലെ വെറുതെ ഒരു മൂലയിലിരുന്ന് വാടിക്കറിഞ്ഞ് ജീവിതം അതൊന്ന് ചെത്തി മിനുക്കി മറ്റുള്ളവർക്കൊക്കെ സന്തോഷം പകർന്ന് ഇനിയുള്ള കാലം നന്നായിട്ട് ജീവിക്കണമെന്ന്. പക്ഷെ എൻ്റെ ഒരു കാര്യമല്ലേ, എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു. അപ്പം ശരി, എന്നാൽ പോയിച്ചു വരാം.